അദ്ദേഹം കഠിനാധ്വാനത്തിൻ്റെ മഷിക്കൂട്, അത് എനിക്കങ്ങോട്ട് ആ പ്രയോഗത്തിൻ്റെ അറിയില്ല, അത് ദിവ്യ തന്നെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. എന്തായാലും മഷിക്കൂടാണ്. പ്രധാനമായും ശബരിനാഥൻ്റെ കൊള്ളരുതായ്മയാണ് എന്ന് വരെ പറയുകയുണ്ടായി. കെ എസ് ശബരിനാഥൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ അവർക്ക് കോൺഗ്രസ്സുകാരെ പ്രകീർത്തിക്കാൻ മാത്രമേ പാടുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരെയോ മറ്റുള്ളവരെയോ ഒന്നും പ്രകീർത്തിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിട്ടിട്ടുണ്ടാവുക കേരളത്തിൽ നിന്നുള്ള ശ്രദ്ധേയയായ IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യരായിരിക്കും. മുൻ MLA കെ എസ് ശബരിനാഥൻ്റെ ഭാര്യയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഈ IAS ഉദ്യോഗസ്ഥ. അവർ വളരെ അടുത്ത് പെരുമാറിയ, കഴിഞ്ഞ 3 വർഷക്കാലം അടുത്ത് ഇടപഴകാൻ അവസരം ലഭിച്ച മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ KK രാഗേഷ്, അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ചുമതല അവിടുത്തെ സെക്രട്ടറിയായി നിയമിതനായതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് അവർ സാമൂഹ്യ മാധ്യമത്തിൽ ചില പടങ്ങളും അതുപോലെ തന്നെ പോസ്റ്റുമൊക്കെ, ചില ടെക്സ്റ്റുമൊക്കെ പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ പുറത്താണ് വലിയ ആക്ഷേപം പിന്നീട് വന്നിട്ടുള്ളത്. പ്രധാനമായും ശബരിനാഥൻ്റെ കൊള്ളരുതായ്മയാണ് എന്ന് വരെ പറയുകയുണ്ടായി. പല കോൺഗ്രസ് പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ഇങ്ങനെ പ്രകീർത്തിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള തരത്തിൽ പോസ്റ്റുകളൊക്കെ ഇടുന്നത് കണ്ടു. നേരത്തെ ശ്രീ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന്, പ്രത്യേകിച്ചും ഒരു സംവരണ മണ്ഡലമായ ആലത്തൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ രാധാകൃഷ്ണനെ ആശ്ലേഷിച്ചതിൽ വലിയ തോതിലുള്ള അമർഷം പലരും രേഖപ്പെടുത്തുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിതനായതിൻ്റെ ഭാഗമായി ദിവ്യ എസ് അയ്യറുടെ ഈ കമൻറ്റും ഈ പോസ്റ്റും വലിയ തോതിൽ വിവാദം ക്ഷണിച്ചു വരുത്തുന്നത്. എന്താണ് ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്? KK രാഗേഷിനെ പറ്റി 3 വർഷത്തെ അടുത്ത പരിചയത്തിൻ്റെ ഭാഗമായി അവർ പറഞ്ഞിട്ടുള്ള നല്ല വാചകങ്ങൾ എന്ന് നമുക്ക് കരുതാവുന്നതാണ്. എന്താണ് പറയുന്നത്? അദ്ദേഹം വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകമാണ്. തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസ്തതയില്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി അവിടെ നിയമിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം ആ വിശ്വസ്തത പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയൊരു സമ്മാനം എന്നുള്ള നിലയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പദവി അദ്ദേഹത്തെ തേടി വന്നിട്ടുള്ളത്. കാരണം പിണറായി വിജയൻ ആ സമ്മേളനത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് മുഴുവൻ സമയവും പങ്കെടുത്തുകൊണ്ട് അവിടെ നിന്ന് സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് വരെ പൂർത്തിയായതിനു ശേഷമാണ് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് പോന്നിട്ടുള്ളത്. അപ്പോൾ ആ വിശ്വസ്തതയുടെ പര്യായം എന്ന് പറയുന്നത്, വിശ്വസ്തതയുടെ പാഠപുസ്തകം എന്ന് പറയുന്നത് തീർച്ചയായും ശരിയാണ്. ദിവ്യയുടെ പരാമർശം 100% ശരിയാണ്. മറ്റൊന്ന് പറയുന്നത്, അദ്ദേഹം കഠിനാധ്വാനത്തിൻ്റെ മഷിക്കൂട്, അത് എനിക്കങ്ങോട്ട് ആ പ്രയോഗത്തിൻ്റെ അറിയില്ല, അത് ദിവ്യ തന്നെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. എന്തായാലും മഷിക്കൂടാണ് രാഗേഷ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും രസകരം. അതാണ് ഞാൻ ആലോചിക്കുന്നത്, യഥാർത്ഥത്തിൽ ദിവ്യ KK രാഗേഷിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞതാണോ, അതല്ലെങ്കിൽ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും ട്രോളിക്കൊണ്ട് പറഞ്ഞതാണോ എന്ന കാര്യത്തിൽ ഒരു സംശയത്തിലേക്ക് നയിക്കുന്നത്. കർണനെപ്പോലെ കവചം തീർക്കുന്നയാളാണ് രാഗേഷ്, തീർച്ചയായിട്ടും. കാരണം പിണറായി വിജയന് നേരെ വരുന്ന ആക്രമണങ്ങളെ നേരിടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ കവചം തീർക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. അത് വളരെ ഭംഗിയായി രാഗേഷ് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് ദിവ്യ വിലയിരുത്തുന്നത്. പക്ഷേ കർണൻ മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. എന്ത് ത്യാഗവും ചെയ്യാനും എന്തും ത്യജിക്കാനും ഒക്കെ ഉള്ള കർണൻ്റെ അസാമാന്യമായ ആ ഒരു അഭിനിവേശമുണ്ടല്ലോ, അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ വില്ലാളി വീരനാണ്, അർജുനെ പോലും തോൽപ്പിക്കാൻ കെൽപ്പുള്ളവരാണ്. അത്തരത്തിൽ ആയോധന കലകളിൽ വലിയ മികവ് തെളിയിച്ചിട്ടുള്ള ആളുമാണ്. ആ അർത്ഥത്തിലൊക്കെ കർണൻ മഹാഭാരതത്തിൽ വളരെയധികം ശ്രദ്ധേയനാണ്. അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ പോവുകയും അവഗണന നേരിടുകയും ഒക്കെ ചെയ്ത വലിയ ഒരു കഥാപാത്രമാണ് കർണൻ. ആ അർത്ഥത്തിലൊക്കെ ഒരുപക്ഷേ രാഗേഷിന് അതൊക്കെ ചേരും. കാരണം നേരത്തെ SFIയിലും DYFIയിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സംഘടനാ രംഗത്ത് അദ്ദേഹം വലിയ തോതിൽ പിറകോട്ട് പോയി. പക്ഷേ ആ പിറകോട്ട് പോയതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായില്ല. നമുക്കറിയാം, കത്തോലിക്കർക്ക് വത്തിക്കാൻ പോലെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. എല്ലാ ഏരിയ സമ്മേളനങ്ങളും, ലോക്കൽ സമ്മേളനങ്ങളും, ഏരിയ സമ്മേളനങ്ങളും, ജില്ലാ സമ്മേളനങ്ങളും, സംസ്ഥാന സമ്മേളനങ്ങളും, എന്തിനധികം പറയുന്നു ദേശീയ സമ്മേളനവും പോളിറ്റ് ബ്യൂറോ തെരഞ്ഞെടുപ്പും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞിട്ടും ഈ പറയുന്ന കണ്ണൂർ ജില്ലയിലെ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിന് വളരെയധികം ആലോചിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രമാത്രം പ്രാധാന്യം CPMനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയ്ക്കും അതിൻ്റെ ജില്ലാ സെക്രട്ടറിക്കുമുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവിടെ നിന്ന് P ജയരാജനെ പോലുള്ള ആളുകളെ വെട്ടി കടലിലിട്ടും MV ജയരാജനെ പോലുള്ളവരെ തൂക്കിയെറുത്തെറിഞ്ഞും ഒക്കെ
കെ രാഗേഷിനെ പോലെ സംഘടനാ തലത്തിൽ CPM-ൻ്റെ തലത്തിൽ പ്രവർത്തന പരിചയം അശേഷമില്ലാത്ത രാഗേഷിനെ പോലുള്ള ഒരാളെ പ്രതിഷ്ഠിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ മഷിക്കൂടായിരിക്കും രാഗേഷ്, അതുപോലെ തന്നെ വലിയ കവചമായിരിക്കും രാഗേഷ്, അതോടൊപ്പം തന്നെ പാഠപുസ്തകമായിരിക്കും രാഗേഷ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ കർണൻ ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കർണൻ ആരുടെ സതീർത്ഥ്യനാണ്, ആരുടെ അംഗരാജാവാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ദിവ്യ എസ് അയ്യരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ട്രോളിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്നത്. കർണൻ ദുര്യോധനൻ്റെ ദുശാസനാദികളുടെ സുഹൃത്താണ്. അവർക്ക് വേണ്ടിയാണ് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്കെതിരായി അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പോരാടിയത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ദിവ്യ എസ് അയ്യർ രാഗേഷിനെക്കുറിച്ച് പറഞ്ഞത് നല്ലതാണെങ്കിൽ തീർച്ചയായും രാഗേഷ് ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്തത്, ആരോടാണ് വിശ്വസ്തത കാണിച്ചത്, ആർക്കാണ് കവചം തീർത്തത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ദുര്യോധനും അതോടൊപ്പം തന്നെ ദുശാസനാദികൾക്കുമൊക്കെയാണ് ഈ തരത്തിൽ കൗരവർക്കാണ് കവചം തീർത്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ അറിവുള്ളവർ ഇത്തരം കമൻറ്റുകളൊക്കെ ഇടുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഒറ്റ നോട്ടത്തിൽ അത് വാഗർത്ഥത്തിൽ അത് വിചാരിക്കുന്ന പോലുള്ള അർത്ഥമായിരിക്കില്ല അതിൻ്റെ അകത്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവുക. ദിവ്യ അയ്യരെക്കുറിച്ച് നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയയാണ്, അതോടൊപ്പം തന്നെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. അവർക്ക് സമൂഹത്തെ പഠിക്കുന്നതിനും അഭിപ്രായം സ്വതന്ത്രമായി പറയുന്നതിനും യാതൊരു തെറ്റുമില്ല. അവർക്ക് അവരുടെ അഭിപ്രായം തീർത്തും സ്വതന്ത്രമായി അവർക്ക് ആവിഷ്കരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഇവിടെ സംഭവിക്കുന്നത് KS ശബരിനാഥൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ അവർക്ക് കോൺഗ്രസ്സുകാരെ പ്രകീർത്തിക്കാൻ മാത്രമേ പാടുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരെയോ മറ്റുള്ളവരെയോ ഒന്നും പ്രകീർത്തിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രാഗേഷിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞത് അദ്ദേഹത്തിന് നൽകിയ പൂച്ചെണ്ടുകളാണോ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കൗരവപ്പടയ്ക്ക് എതിരായിട്ടുള്ള കല്ലേറാണോ എന്ന് ദിവ്യ എസ് അയ്യർ തന്നെ നമ്മളോട് വിശദീകരിക്കണം.